പിന്നെ മോൻ്റെത് ഭയങ്കര ഡ്രൈ സ്കിൻ ആണ്. ക്രിയേറ്റീവ് ആയിട്ടുള്ള മൈൻഡ് കൂടുതലുള്ളത് കൊണ്ടാണ്. നമ്മളെ ഉമ്മമാർ പണ്ടേ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നല്ലോണം പഠിച്ചാലേ നമുക്ക് നമ്മളെ കാലം നിൽക്കാൻ പറ്റൂ, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ പറ്റൂ എന്നൊക്കെ ആയിട്ട്. പക്ഷെ ഇന്ന് നമ്മളെ ഇടയിൽ വലിയ പഠിപ്പൊന്നും ഇല്ലാണ്ട്, പഠിപ്പിനെ കുറച്ചാക്കി പറയുന്നില്ല, പക്ഷെ വലിയ പഠിപ്പൊന്നും ഇല്ലാണ്ട് നമ്മളെ ഇടയിൽ കുറേ വലിയ വലിയ ബിസിനസ് മാൻ അല്ലെങ്കിൽ ബിസിനസ് വുമൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ അതേപോലത്തെ ഒരാളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റിജു. ഹാൻഡ് മെയ്ഡ് സോപ്പ്, ഇതാണ് ഇവരുടെ മെയിൻ ആയിട്ട്. സോപ്പ് മാത്രമല്ല, സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട് അല്ലേ. അതും നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ആക്കിയിട്ടാണ് ഇവർ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളെ മാർക്കറ്റിൽ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ റിജു, എത്ര വർഷമായി ഈ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങളെ ഈ ഒരു ഐഡിയ സ്റ്റാർട്ട് ചെയ്തിട്ട്? 5 വർഷമായി. 5 വർഷം, 5 years ആയി. യെസ്, ലോക്ക്ഡൗൺ സമയത്താണ് ഈ ഒരു പ്രൊഡക്റ്റ് ഇന്നോവേറ്റീവ് ആയിട്ട് റിജുവിന്റെ മൈൻഡിൽ വന്ന് അതിങ്ങനെ പുറത്ത് നമ്മളിലേക്ക് എത്തിപ്പെട്ടത് അല്ലേ. അപ്പൊ ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം, എങ്ങനെയാണ്? ആക്ച്വലി ഞാനിങ്ങനെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുന്ന ടൈമിൽ ഒരു പോസ്റ്റ് ഉണ്ട് സോപ്പിൻ്റെ. ഓക്കെ, അത് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഐഡിയ ആണല്ലോ. അങ്ങനെ ആരും വീട്ടിൽ നിന്ന് സോപ്പ് ഉണ്ടാക്കുന്നതായിട്ട് ആ ടൈമിൽ ഞാൻ അറിയില്ല. അങ്ങനെ പിന്നെ അതിനെ കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിലും പിന്നെ അതുപോലെ ഗൂഗിൾ റിസർച്ച് ചെയ്ത് കൂടുതലായിട്ട് അതിനെപ്പറ്റി മനസ്സിലാക്കി, ഓരോ ഓയിലിനെ പറ്റിയിട്ടും മനസ്സിലാക്കിയതിന് ശേഷം ഞാനൊരു കോഴ്സ് എടുത്തു, സോപ്പ് മേക്കിങ്ങിൻ്റെ ഒരു കോഴ്സ് എടുത്തു. പിന്നെ അതിന് ശേഷം എൻ്റെ ഫസ്റ്റ് ഫുൾ പ്രോസസ് സോപ്പ് ഞാൻ ഉണ്ടാക്കി. അലോയ് ഓട്ട്മീലായിരുന്നു ഫസ്റ്റ് ഉണ്ടാക്കിയ സോപ്പ്. പിന്നെ അതിനുശേഷം ചാർക്കോൾ, ഫ്രഞ്ച് പിങ്ക് ക്ലേ, കോഫി സ്ക്രബ്, പിന്നെ ഓട്സ്, അങ്ങനെ ഒരുപാട് ഫ്ലേവേഴ്സിൽ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ മോൻ്റെത് ഭയങ്കര ഡ്രൈ സ്കിൻ, എൻ്റെ മൂത്ത മോൻ്റെത്. അവനക്കിപ്പം 16 years ആയി. പക്ഷെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ 5 years ബാക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതിനുശേഷം ഞാൻ ഉണ്ടാക്കി. ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ ഇല്ലയോ നോക്കിയതായിരിക്കും അല്ലേ. ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്താണ്, ഞാനാണല്ലോ ഫസ്റ്റ് യൂസ് ചെയ്തത്. ഞാൻ യൂസ് ചെയ്തതിന് ശേഷം ഹസ്ബൻഡിന് കൊടുത്തു, മക്കൾ യൂസ് ചെയ്തു. അതിനുശേഷം എൻ്റെ ഉപ്പ, അമ്മ, ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും യൂസ് ചെയ്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ അവർ പറഞ്ഞ് നല്ല മോയ്സ്ചറൈസിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, സാധാരണ സോപ്പ് പോലെ അല്ല. അങ്ങനെ പറഞ്ഞപ്പോ ഓക്കെ. അങ്ങനെ എന്നിട്ട് ഞാൻ കൂടുതൽ ബാച്ചസ് ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്ത ശേഷം ഓരോരോ ഫ്ലേവേഴ്സിലുള്ള സോപ്പ് ഉണ്ടാക്കിയിട്ട് അതിന് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ പിന്നെ അതിനായിരിക്കും ഡിമാൻഡ് കൂടുതലായിട്ട് വന്നത് അല്ലെ. ലൈക്ക് ഓരോ ഫ്ലേവേഴ്സ് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവേഴ്സ് ഒക്കെ വരും. റിജു, ഞാൻ ഇവിടെ വന്ന സമയത്ത് ഇവിടെ മേജർ ഹൈ എൻഡ് ബ്രാൻഡ് ആയിട്ടുള്ള പെർഫ്യൂംസ് നെയിംസ് ഒക്കെ കണ്ടു. ഡൺഹിൽ ഉണ്ട്, ഡിയോർ ഉണ്ട്, ഷാനൽ ഉണ്ട്. അപ്പൊ ഇതും റിജൂസ് ഹാൻഡ് മെയ്ഡ് സോപ്പായിട്ട് എന്താണ് ബന്ധം? ഈ കാണുന്ന കളേർഡ് സോപ്സ് ഒന്നും നമ്മളെ ബ്രാൻഡിൽ വരുന്നില്ല. റിജൂസിന്റെ ബ്രാൻഡിൽ കളേർഡ് സോപ്സ് ഉണ്ടാവില്ല. ഓക്കെ, കളേർഡ് വിത്ത് ഹെർബ്സ് ആൻഡ് ക്ലേസ് ആയിരിക്കും നമ്മളെ ബ്രാൻഡിൽ വരാം, റിജൂസിന്റെ ബ്രാൻഡിൽ വരാം. പിന്നെ അതുപോലെ എസെൻഷ്യൽ ഓയിൽസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതെല്ലാം എന്ന് വെച്ചാൽ വേറൊരു ക്ലയന്റിന് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. അവരെ പെർഫ്യൂംസ് ഉണ്ട്, അതായത് ഒരു പെർഫ്യൂം ബ്രാൻഡാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് പെർഫ്യൂംസും നിങ്ങളെ സോപ്പും കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. ഇറ്റ് മീൻസ് ലൈക്ക് ബേസ് ഓയിൽസ് എല്ലാം സെയിം ആയിരിക്കും, പക്ഷെ അവർക്ക് കളർ ആഡ് ചെയ്യണം. പിന്നെ അതുപോലെ അവരെ സെന്റും വേണം, അത് സോപ്സിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇറ്റ് മീൻസ് ലൈക്ക് നമ്മള് ഈ ഒരു സോപ്പ് കൊണ്ട് നമ്മൾ ഷവർ എടുത്തിനാലും നമുക്ക് ആ ഒരു സോപ്പിന്റെ നാച്ചുറൽ എഫക്റ്റും കിട്ടും. അതിന്റെ കൂടെ തന്നെ ഇത്രയും നല്ല ബ്രാൻഡ് ആയിട്ടുള്ള ഏത് പെർഫ്യൂമോ വേണ്ടെന്നുള്ളത് അതിനനുസരിച്ചുള്ള ഒരു പെർഫ്യൂം നമുക്ക് ആ ഒരു ഷവർ എടുക്കുന്ന സമയത്ത് തന്നെ കിട്ടും അല്ലെ. അവരെ കസ്റ്റമേഴ്സ് വരുന്നത് ആ ഒരു സെന്റില് അവർക്ക് സോപ്സ് വേണോ. എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ ഒരു ഡിമാൻഡ് ഉണ്ട് ആക്ച്വലി. ഇനി റീസണിനെ പറ്റി 2 വാക്ക്. ഞാൻ പഠിച്ചതും വളർന്നതും ദുബായ് ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂളിൽ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ +1 വരെയാണ് പഠിച്ചത്. ആ ടൈമിൽ തന്നെ കല്യാണം കഴിഞ്ഞ് നിക്കാഹ് ആ ടൈമിൽ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. 4 കുട്ടികളുണ്ട് ഇപ്പൊ. മൂത്താള് +2 പഠിക്കുന്നത്, രണ്ടാമത്തെ ആള് 6th, മൂന്നാമത്തെ ആള് 5th. ഇപ്പൊ ഒരു 2 വയസ്സുള്ള ഒരു മോനുണ്ട്, ചെറിയൊരു മോനുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മള് പാരന്റ്സും ഹസ്ബൻഡും മക്കളെല്ലാം ഈ ഒരു വില്ലയിലാണ് താമസം. അപ്പൊ എല്ലാവരും ഒരുമിച്ചൊരു നാട്ടിലൊരു വീട് പോലെ ഉണ്ടാവും അല്ലേ. അതെ. അപ്പൊ ഇതാണ് റിജൂസ് ഹാൻഡ് മെയ്ഡ് സോപ്പിന്റെയും ഈ ഒരു ചെറിയൊരു സ്റ്റോറി വരുന്നത്. അപ്പൊ നിങ്ങൾക്കും റിജൂസിന്റെ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിജൂസ് ഹാൻഡ് മെയ്ഡ് സോപ്പിന്റെ പേജ് ആയിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബൈ ഫോർ നൗ.